നമസ്തേ, ഏവർക്കും ഇൻഡിജിനസ് ബ്രീഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ പല ജില്ലകളിലും കോൾപ്പാടങ്ങളെ ആശ്രയിച്ച് പോത്ത്, എരുമ വളർത്തൽ വളരെ വ്യാപകമായി നടന്നു വന്നിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ കർഷകർ ഇന്ന് ആ മേഖല ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് കോൾപ്പാടങ്ങൾ വിട്ട് കരഭൂമിയിലെ പോത്ത് വളർത്തൽ വ്യാപകമാണ് ജില്ലകളുടെ പല ഭാഗങ്ങളിലും. തീറ്റ ചെലവ് നാമമാത്രമാക്കുകയും പൂർണ്ണമായും മേയാൻ വിട്ട് വയറ് നിറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കർഷകർ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റിലെ പ്രസ്തുത കർഷകൻ അങ്ങനെ വളരെ കുട്ടിപ്രായത്തിൽ ഒരു പോത്തിനെ വാങ്ങുകയും ഏകദേശം 4.5 വയസ്സ് വരെ അവനെ പോറ്റുകയും വിൽക്കുവാനുള്ള മടി കൊണ്ട് ഇപ്പോഴും അവനെ പൊന്നുപോലെ കാത്തു സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഉണ്ണിയേട്ടൻ്റെ സ്വന്തം കർണൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെഗ്മെന്റിൽ. എൻ്റെ പേര് ഉണ്ണീഷ് എന്നാണ്. വീട് വട്ടേക്കാട്, കൊടകര വട്ടേക്കാട്. 4.5 കൊല്ലമായി ഇവനെ വാങ്ങിച്ചിട്ട്. ഹരിയാനയിൽ നിന്ന് കൊണ്ടുപോകണ വണ്ടിക്കാരെ നമ്മൾ ബുക്ക് ചെയ്ത് മേടിച്ചതാണ് ഇവനെ. കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് കൊണ്ടുവന്ന് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്ന് ഭയങ്കര സ്നേഹമായി പിന്നെ കൊടുക്കാൻ പറ്റിയില്ല ഇത്ര നാളായിട്ട്. തീറ്റാണെന്ന് വെച്ചാൽ കാലത്ത് നമ്മൾ അരിയും പുളിങ്കൂരും കൂടി വെച്ച് പിണ്ണാക്കിട്ട് കൊടുക്കും കാലത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ പുല്ലും കാര്യങ്ങളും കൊടുക്കും. വൈകുന്നേരം അതേപോലെ തന്നെ ഫുഡ് പുളിങ്കുരും അരിയും കൂടിയുള്ള ഫുഡിൽ പിണ്ണാക്കിട്ട് കൊടുക്കും, പരുത്തി പിണ്ണാക്ക്. ഭക്ഷണം അധികം നമ്മൾ കൂട്ടി കൊടുത്തല്ലേ ഇതുവരെ അളവിൽ. ദഹനത്തിനുള്ള ടോണിക്കും ലിവർ ടോണിക്കാണ് ആകെ കൊടുത്തിട്ടുള്ളത്, വേറെ കൊടുത്തല്ലേ. പിന്നെ രാവിലെ എങ്ങനെയാണ് അഴിച്ചു കെട്ടണ കാര്യങ്ങളൊക്കെ? അഴിച്ചു കെട്ടാന്ന് വെച്ചാൽ കാലത്ത് കുളിപ്പിക്കും. ഞങ്ങൾ കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അഴിച്ച് അങ്ങനെ കൊണ്ടുപോകല്ലോ. പിന്നെ വൈകുന്നേരം കുളിപ്പിക്കും. പിന്നെ തോട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത് വലുതായതിനു ശേഷം പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുളിപ്പിക്കും. ഇണക്കം വെച്ചാൽ ഞാനും ഭാര്യ മാത്രമായിട്ട് ഇണങ്ങിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആരുമായിട്ട് ഇണങ്ങിയില്ല. വീട്ടിൽ മോനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാണുമ്പോൾ ചാടി ഓടിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലും ദഹനത്തിൻ്റെ ഭക്ഷണം കഴിക്കാതെ വന്നാൽ പിന്നെ ആ ഭക്ഷണം നമ്മൾ കൊടുക്കില്ല, അത് കാട്ടികൾ. പിന്നെ അപ്പോൾ മരുന്നൊക്കെ ടോണിക്കോ ഗുളികകളൊക്കെ കൊടുക്കും. കോഴിമുട്ടയൊക്കെ കൊടുക്കാറുണ്ട്, ഇപ്പോൾ കൊടുക്കണമെന്നില്ല. വേറെ മരുന്ന് ഒരു 3-4 പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നെ കൊടുത്തിട്ടില്ല. അത് ഭക്ഷണം കഴിക്കാതൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ വേറെ മരുന്ന് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ എവിടേക്കായാലും പോകുന്നുള്ളൂ. അങ്ങനെ വേറൊരു പ്രശ്നമൊന്നുമില്ല. പിന്നൊക്കെ പുറത്തേക്ക് ഇറക്കി സ്ഥിരം തീറ്റാൻ കൊണ്ട് പോയാറുണ്ടോ ഞാൻ. 1 മണിക്കൂർ 1.5 മണിക്കൂർ തീറ്റാൻ മതി, വയറാവും നിറയ്ക്കും. മരുന്നുകളൊന്നും കൊടുക്കണമില്ല, വേറെ ഫുഡൊന്നും കയറ്റി കൊടുക്കണമില്ല. ഇവർക്ക് പിന്നെ ഈ വെള്ളത്തിൽ കിടത്തണം ഈ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ സ്വഭാവം മാറും അങ്ങനെയൊക്കെ ഇല്ലേ? അതൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ ഇറക്കിയാലും കുഴപ്പമില്ല. ഇവിടെ കുഴി കയറണ കുത്തിൻ്റെ അതിൽ കുളിപ്പിക്കാം. കാലത്തോട്ട് വൈകുന്നേരം വരെ ആവാൻ കിടക്കും. വെള്ളത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, നിറച്ച് അട്ടയും കാര്യങ്ങളൊക്കെ. അതാണ് അട്ടയൊക്കെ അടിച്ചപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് ചാടിയാൽ എൻ്റെ അടുത്തേക്ക് വരും. ഇടയിലാരും ചോദിച്ചിരുന്നോ പിന്നെ ഇവനെ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ കൊടുക്കാത്ത കാരണം പിന്നെ ആരും വരാറില്ല. കൊടുക്കില്ല എന്ന് പറയുന്ന കാരണം ആരും വന്ന് ചോദിക്കില്ല. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിൽ വണ്ടിയിൽ പോകുന്ന ആൾക്കാർ നിർത്തി അവനെ നോക്കുന്നത്. വണ്ടിയിൽ പോകുമ്പോൾ ആൾക്കാർ ഫുള്ളായിട്ട് അവിടെ ചവിട്ടി നിർത്തി ആൾക്കാർ നോക്കുമ്പോഴത്തേന് 1 മണിക്കൂർ നമ്മൾ എങ്ങനെയെങ്കിലും ഇവനെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് തീറ്റിയാൽ വയറ് നിറച്ച് അപ്പോൾ തന്നെ വീട്ടിലേക്ക് വരും. തൊഴുത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ കെട്ടും. അവൻ അങ്ങോട്ട് തിരിയുമ്പോൾ ഓരോ തട്ടിന് തൊഴുത്തൊക്കെ താഴ്ത്തിക്ക് വരും. പിന്നെ ഷീറ്റൊന്നും അടിച്ചിട്ടില്ല, വാർത്തിട്ടില്ല. മൃഗാശുപത്രിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരാറുണ്ട്? മൃഗാശുപത്രിയിൽ 1 പ്രാവശ്യം വന്നിട്ട് മറ്റേ കുളമ്പ് രോഗത്തിന് കുത്തിവെച്ചിട്ടുണ്ട്. വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭക്ഷണം കറക്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. 4.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പോന്, 5 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനില്ലാത്ത സമയത്ത് ഞാനില്ലാത്ത സമയത്ത് ചേച്ചി അഴിച്ച് കിട്ടും. ആ ചേച്ചിയാണ് നോക്കാറ്. കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ ഇവനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ? കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല നമ്മൾ ഫാമുകാർക്കൊക്കെ വല്ല ആവശ്യം വന്നാൽ കൊടുക്കാന്നല്ലാണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് വേണ്ടി സമയം എങ്ങനെ കണ്ടെത്തണമെന്നുള്ളത്?
ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോൾ ഞാൻ ജോലിക്ക് പോയി വന്നാലും നേരത്തെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കിട്ടിയാൽ മതിയല്ലോ. എവിടെയെങ്കിലും അഴിച്ച് പിടിച്ച് നടത്തിച്ച സന്തോഷമായി. പിന്നെ എന്നെ കാണുമ്പോൾ മാത്രമേ കരയുള്ള ആൾ, അല്ലെങ്കിൽ മിണ്ടില്ല. ഫുഡ് കറക്റ്റ് നമ്മൾ കാലത്ത് കൊടുത്താൽ പിന്നെ എന്തെങ്കിലും ഫുഡ് പിന്നെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ അത് മതി. പിന്നെ കരയുക കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ സമ്മതിക്കില്ല കഴിക്കാണ്ട്. പിന്നെ പറഞ്ഞിരുന്നല്ലോ മറ്റേ ഒരു മുട്ടൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു വലിയ ആട്ടുംകുട്ടിയുടെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കൊണ്ടുവരുമ്പോൾ കുഞ്ഞാട്ടി. അത് 22 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. വണ്ടി കാശടക്കം ഒരു 23 രൂപ. കുട്ടി എന്തോരം വലിപ്പമുള്ളതെന്നുള്ളതല്ല, ആ ക്വാളിറ്റിയാണ് അതിൽ വലിപ്പം വരിക. അതാണ് നമ്മൾ എത്ര വലിപ്പമുള്ള പോത്തിനെ മേടിച്ചാലും ചിലപ്പോൾ പിന്നെ 1 ഇഞ്ചിക്ക് വലുതാവില്ല. ഫുഡും കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല, പോത്തിൻ്റെ ക്വാളിറ്റിക്കാണ് പോത്തുകൾ വലുതാവുന്നത്. എത്ര എണ്ണത്തിന് എടുത്തന്ന് അന്ന് ഞങ്ങൾ 2 എണ്ണത്തിന് എടുത്ത ഒരെണ്ണം വല്ലപ്പാടിയിലുള്ള ഒരു ചെക്കൻ എടുത്തു. അതാ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊടുത്തു. മീനെണ്ണ അങ്ങനെ എന്തെങ്കിലും? അതൊന്നും കൊടുത്തല്ലേ, മീനെണ്ണ അല്ലെങ്കിൽ ആൾക്കൊന്നും കൊടുത്തല്ലേ. ഈ പുളിങ്കുരു മേടിച്ച് വയ്ക്കും. 600 കിലോ പുളിങ്കുരു മേടിച്ച് വെച്ചാൽ 1 വർഷത്തേക്ക് തരും. പിന്നെ നമ്മൾ ഈ കെട്ടി കൊണ്ടുപോകാനൊക്കെ ആൾ നമ്മുടെ കൂടെ വന്നോളൂ, അല്ലെങ്കിൽ ചാട്ടവും ബഹളമൊക്കെ ഉണ്ടാവും? ചാട്ടം ബഹളമൊന്നുമില്ല, പോത്തുകളുടെ സ്മെല്ല് കിട്ടിയാൽ മാത്രമാണ് പ്രശ്നം. അതിനെ സമ്മതിക്കില്ല ആൾ. പിന്നെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും അഴിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ? അഴിഞ്ഞു പോയിൻ്റെ ഒരു പ്രാവശ്യം അഴിഞ്ഞു പോയിട്ട് രാത്രി ഈ പെൺകുട്ടിയെ വിളിച്ചേ പോത്തിലാണ്ട് പോയിട്ട്. ഞാനിവിടെ ഇതില വന്ന് മോനതില വന്ന് ഞാൻ വിളിച്ച വഴിക്ക് ചാടി രാത്രി എൻ്റെ തോളിൻ്റെ ഉള്ളിലേക്ക് തലയും വെച്ച് നിന്നത്. അത് ഭയങ്കര ഞാൻ വിളിച്ചപ്പോൾ വരും. ഏതിൽ പോയാലും കാര്യമില്ല. അവിടേക്ക് പാടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഏട്ടയില്ലോ. അപ്പോൾ ആൾ ഓടിയിട്ട് ഒറ്റം വരെ ഓടും. അപ്പോൾ ഞാൻ അവിടെ നിൽക്കും. അത് ഞാൻ പറയും, നീ വരണേ വാ ഞാൻ പോവാന്ന് പറയുമ്പോൾ അവൻ തിരിച്ച് എൻ്റെ പിന്നാലെ വരും. അനേകം വരില്ല ആൾ. അവിടെ കുത്തി മറഞ്ഞ് ചാടിക്കളിച്ച് കിടി നടക്കും. അവിടെ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വരും ആൾ. ഇതിപ്പോൾ അവിടെ ആൾക്കാർ വാഴ വെച്ചിട്ടുണ്ട്. മുന്നേ ആ പറമ്പുകളിലൊന്നും വാഴ വയ്ക്കാറില്ല, പുല്ല് നടന്ന് തീറ്റ. ഇപ്പോൾ അല്ല നേന്ത്രവാഴ വെച്ചൊക്കെ 35 കിലോ 25 കിലോൻ്റെയൊക്കെ കൊലകളാ. അതൊക്കെ ഇടിച്ച് നമ്മൾ അതിൽ കാര്യം കൊടുക്കാൻ വേണ്ടേ. എനിക്ക് പണി ഉണ്ടെങ്കിൽ ഇവനെ നമ്മൾ പിണ്ണാക്ക് സുഖമായിട്ട് മേടിച്ച് കൊടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ പണിയും ഇല്ല, കടയിൽ കച്ചവടവും ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ പണി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ പോയി മേടിച്ചാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ മുന്നേ ഈ പുളിങ്കുരു സീസണിൽ മേടിച്ച് വയ്ക്കുമ്പോൾ അത് തയ്യൊന്ന് വിചാരിക്കും. തയ്യാണ്ടാകുമ്പോഴാണ് പ്രശ്നം. ഫുഡ് നമുക്ക് ഇവന് ഇതേവരെ മുടക്കിയിട്ടില്ല, കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. ഇത് കഞ്ഞി രൂപത്തിലാണോ അതോ വളരെ ഡ്രൈ ആയിട്ടാണോ കൊടുക്കുന്നത്? 2 രീതിയിലും കൊടുക്കാം. ഡ്രൈ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടുണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. ഭക്ഷണം വേറൊരു വീട്ടിൽ നിന്ന് മേടിച്ച് കൊടുത്ത കഴിക്കില്ല ആൾ. പഴം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പഴമൊന്നും കഴിക്കില്ല. ഇല്ല. പൂവങ്കല ഒരു 5 കൊല കടയിൽ പഴുത്തിരുന്നിട്ട് ഒരു 10-50 പഴം കൊണ്ട് കൊടുത്തിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയാൾ. ഇഷ്ടപ്പെട്ടില്ല, ഒരു ഭക്ഷണം കഴിക്കില്ല. കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഞങ്ങൾ 2 കിലോ മേടിച്ചിട്ട് അവൻ അപ്പം തന്നെ കുതിർത്ത് കൊടുത്തിട്ട് മറ്റേ ഭക്ഷണം പിണ്ണാക്ക് കഴിഞ്ഞിട്ടേ അതങ്ങനെ തട്ടിമറിച്ച് കാണും. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിക്കില്ല. ഒരു സാധനം അവനെ ഇഷ്ടപ്പെടാത്ത കഴിക്കില്ല. അത് കാലത്ത് വെച്ചത് വൈകുന്നേരം കൊടുത്താലും കഴിക്കില്ല. തോട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കിടന്നോളില്ല ആൾ. ഞാൻ ഇരുത്ത് വേണം, അതല്ലേ അതിനോട്ട് എടുക്കില്ല. ഞാൻ തോട്ടിൽ നിന്ന് കയറി അപ്പോൾ പോത്ത് കയറും. ഞാൻ ഇരുത്ത് ഇങ്ങനെ നിന്ന് അത് തിന്നോളൂ, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവനെ 2 മണിക്കൂർ വേറെ പരിപാടികളൊന്നും ഇല്ലാതെ 2 മണിക്കൂർ തീരുന്നുണ്ടെന്നും പ്രശ്നമൊന്നുമില്ല. ഇവൻ കൂടാതെ വേറെ പശു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ആദ്യമായിട്ടാണല്ലോ. ആദ്യമായിട്ട് മേടിച്ച് അത് പെട്ടു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, അത് നമ്മൾ ഒന്ന് വളർത്തി വന്ന് പിന്നെ അതിനൊരു കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസികമായിട്ട് അത് വെട്ടാൻ കൊണ്ടാണോ കാരണം നമുക്ക് പ്രശ്നം. ഇപ്പോൾ ഫാമരുവാണെന്ന് ഫാമിൽ നിർത്താനാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഫാമരും കൊണ്ടുപോയാലും അവർ കൊടുക്കും. മേടിക്കുമ്പോൾ വളർത്താനെന്ന് പറയും. ശരിക്കും പശു ഫാമുകളിലേക്കൊക്കെ പോത്ത് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മേടിച്ചിട്ട് പോകും. പോത്ത് എരുമയുള്ള ഫാമുകളിലേക്കൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള പോത്തുകളെ കിട്ടിയ ആൾക്കാർ മേടിക്കും. എരുമക്കുട്ടിയെ മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം? ഇവനെ വിൽക്കണമെങ്കിൽ എരുമേനെ പറഞ്ഞാൽ മേടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഇവൻ്റെ ഒപ്പം നിർത്താനായിട്ട് പറ്റിയൊരു എങ്ങനെയാണ് സമ്മതിക്കാവോ? ഇവൻ സമ്മതിക്കാവോ? ഇവിടെ ഒറ്റയാനായിട്ട് വളർന്നു പുറത്തുനിന്ന് ആരും എന്തായിരിക്കും നമുക്കറിയില്ല. മുമ്പ് ഇപ്പോൾ 2 എണ്ണത്തിന് ഒരുമിച്ച് മേടിക്കല്ലേ ചെയ്തത്? ഒരെണ്ണത്തിന് വല്ല പടില്ല ചെക്കൻ കൊണ്ടുപോയി അവനായിട്ട് നല്ല
നല്ല അത് രീതിയിൽ അപ്പം തന്നെ വിറ്റു. അതെ അല്ലേ? ഒരു വിറ്റല്ലോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ. ഓക്കെ. വലിപ്പം കയറി വന്നില്ല എന്ന് പറയുന്നത്. അതെ. ഇവനങ്ങനെ ഇപ്പോൾ പ്രത്യേക ഒരു ഭക്ഷണക്രമമൊന്നും ഇല്ല അല്ലേ? ഭക്ഷണം കൊടുക്കണത് കറക്റ്റ് കൊടുക്കും. അല്ലാണ്ട് ഇവനെ നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുത്തിട്ട് വലുതാക്കാനൊന്നും നോക്കിയില്ല. ഈ പുളിങ്കുരുവിൻ്റെ ഒപ്പം വല്ല തവിടോ അങ്ങനെ എന്തെങ്കിലും തവിടിടും. പിണ്ണാക്ക്, തവിട്, പുളിങ്കുരുവിൻ്റെ അരി, പുളിങ്കുരു, ചോറ് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വേവിക്കുക. അതിൻ്റെ പിണ്ണാക്ക് വെന്തതിന് ശേഷം ഇടും തവിട്. ലാസ്റ്റ് ഭക്ഷണം കൊടുക്കാൻ നേരത്തില്ല. അങ്ങനെ കൊടുക്കണം. വെള്ളം ഒഴിക്കാണ്ട് കറക്റ്റ് ലാസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കും.